നമസ്കാരം. ഇത് നമ്മുടെ തിരുവല്ലയിൽ സർപ്പക്കാവിനോട് ചേർന്ന് നമ്മൾ വെച്ച ഒരു മിയാവാക്കി വനമാണ്. 2019 ജൂൺ മാസത്തിലാണ് നമ്മളിത് വെക്കുന്നത്. 2 വർഷമായി. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഒരു സ്ഥലത്തുണ്ടാകുന്ന ഒരു വളർച്ച ഇതിന് ഉണ്ടായിട്ടില്ല. അത് 2 കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സർപ്പക്കാവിൽ ഉണ്ടായിരുന്ന മരങ്ങൾ വളരെ ഭംഗിയായിട്ട് വളർന്നു നിൽക്കുന്നതാണ്. ഇപ്പോഴും അവിടെ ശരിക്കും വെയിൽ കിട്ടുന്നില്ല. ആ ഒരു ഇതിൻ്റെ 2 സൈഡിൽ നിന്ന്, അതായത് തെക്ക് വശത്തു നിന്നും പടിഞ്ഞാറ് വശത്തു നിന്നും വെയിൽ വരാനുള്ള സാധ്യത തീരെ കുറവാണ്. ഈവൻ കിഴക്ക് വശത്തും വടക്ക് വശത്തും സാധ്യത കുറവാണ്. കാരണം അവിടെ ഒരു ഭാഗത്ത് വീടിൻ്റെ മരമുണ്ട്, പിന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറേ മരങ്ങളുമുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ കുറേ കാലം കൊണ്ട് ഇവിടെ കുറേ മരങ്ങളായിട്ട് ഇതങ്ങ് മൂടിക്കഴിഞ്ഞാൽ ഈ കാവിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതിപ്പോൾ ഏകദേശം 5 സെൻറ്റായിട്ട് ഈ കാവ് മാറുന്ന ഒരു പദ്ധതിയായിരുന്നു ചെയ്തത്. അപ്പോൾ അതിൽ കുറച്ച് മരങ്ങൾ ഇപ്പം മുള പോലുള്ള ചില സാധനങ്ങൾ വളർന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മണ്ണിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഈ ആലപ്പുഴ ജില്ലയിലെ മണ്ണാണിത്. പത്തനംതിട്ട ജില്ല, പത്തനംതിട്ട ആലപ്പുഴ എല്ലാം ബോർഡറാണിത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ പഞ്ചസാര മണലാണ്. ഈ മണലിൽ നമ്മൾ ആലപ്പുഴയൊക്കെ മരം വെച്ചപ്പോൾ നന്നായിട്ട് വളർന്നു. ഇവിടെ ഉള്ള അനുകൂലമല്ലാത്ത ഒരു ഘടകം ഇവിടുത്തെ വെയിലിൻ്റെ ഇഷ്യൂ തന്നെയാണ്. ഇവിടെ ആവശ്യത്തിന് വെയിൽ കിട്ടുന്നില്ല. അതോടൊപ്പം തന്നെ ഇത് പരിചയപ്പെടുത്താനുള്ളൊരു പ്രധാന കാരണം, ഇവിടെ നമ്മൾ ആക്ച്വലി ഇത് വെച്ച സമയത്ത് സാധാരണ നമ്മളൊരു ഒരു സ്ക്വയർ മീറ്ററിൽ 4 മരം വെക്കുന്ന സ്ഥാനത്ത് ഇവിടെ നമ്മൾ വെച്ചത് 1 സ്ക്വയർ മീറ്റർ 2 മരങ്ങൾ മാത്രമാണ്. കാരണം അത് ഈ കാവ് ഉണ്ടായിരുന്നതുകൊണ്ടും പിന്നെ അതിനിടയ്ക്ക് ഇത് വീടിനോട് ചേർന്നുള്ളൊരു സ്ഥലമായതുകൊണ്ട് ഇവിടെ നമുക്ക് മനുഷ്യന് പ്രയോജനമുള്ള കുറച്ച് പഴമൊക്കെ ഉണ്ടാകുന്ന അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വെക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ ഇതിൻ്റെ അളവ് കുറച്ചാണ് വെച്ചത്. അതായത് 4 മരങ്ങൾ വെക്കുന്നതിന് പകരം 2 ചെടികൾ, 4 ചെടികൾക്ക് പകരം 2 ചെടികളാണ് ഒരു സ്ക്വയർ മീറ്ററിൽ വെച്ചത്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വളർച്ച കുറവാണ്, 2 ഇതിൽ ഈ മുള പോലുള്ള ചില ഈ ഒരു അധിനിവേശം പോലെ അല്ലെങ്കിൽ അഗ്രസീവായിട്ട് വളരുന്ന, വളരെ ആക്രമണോത്സുകമായിട്ട് വളരുന്ന ചില ചെടികൾ മാത്രം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ ചില ചെടികൾ വളർന്നിട്ടുണ്ട്. ഒരു യൂണിഫോം വളർച്ച ഇതിന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് സാധാരണ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മരമുള്ള ഒരു സ്ഥലത്ത് മിയാവാക്കി വനം വെച്ചാൽ എങ്ങനെ ഇരിക്കും? മരം നിൽക്കുന്ന ഒരു സ്ഥലത്ത് മരങ്ങൾ വെട്ടിമാറ്റാതെ വെച്ചാൽ ഇതാണ് സംഭവിക്കുക. വളരും, പക്ഷേ ഒരിക്കലും നമുക്ക് സാധാരണ നമ്മൾ തുറസായ സ്ഥലത്ത് വെക്കുന്ന ഒരു മിയാവാക്കി വനത്തിൻ്റെ വളർച്ച ഇതിന് കിട്ടില്ല. പക്ഷേ ഇതിനകത്തൂടെ പോയി നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ അകത്തെ കാര്യങ്ങൾ എങ്ങനെ ഇരിക്കുന്നത്. ഒരു വനത്തിൻ്റെ ഫീൽ ഉണ്ടാക്കാനും ഇതിന് പറ്റുന്നുണ്ട്. ഭാവിയിൽ ഇതൊരു വനമായിട്ട് മാറുകയും ചെയ്യും. പക്ഷേ ഒരിക്കലും നമുക്ക് നമ്മൾ സാധാരണ വെക്കുന്ന സ്ഥലത്തെ ഒരു വനത്തിൻ്റെ വളർച്ച കിട്ടുന്നില്ല. നമുക്ക് ഉള്ളിലൊന്ന് നോക്കാം. ഞാൻ ഉദ്ദേശിച്ച പോലെ അകത്തോട്ട് കയറുമ്പോൾ കാര്യങ്ങൾ അത്ര മോശമല്ല. കാര, പാരിജാതം, ഇത് നമ്മുടെ നാഗലിംഗമാണെന്ന് തോന്നുന്നത്, കാനൺ ബോൾ ട്രീ, അതിൻ്റെ തൈയാണ്. പ്ലാവ്, ആത്ത, ഞാവൽ, ആര്യവേപ്പ്, അതൊരു കടമ്പിൻ്റെ ഇല ഏകദേശം തേക്കിൻ്റെ ഇല പോലെ ആയിട്ടുണ്ട്. കണ്ടാൽ നിൽക്കുന്ന വലിയ ഇല കണ്ടോ, അത് കടമ്പാണ്. അതൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ആഞ്ഞിലിയാണ്, ഇത് അവിടെ ഒരു ആഞ്ഞിലി അതിനിടയ്ക്കൂടെ വളരുന്നുണ്ട്. പ്ലാവുണ്ട്. നമുക്ക് നെല്ലിയല്ലേ, നെല്ലിയാണ് വരിക. ഇതാ ഞാവലുണ്ട്. കാരണം ഇത് ഇവിടെ ആക്ച്വലി ഇതിൻ്റെ ഒരു പ്രശ്നം ഈ മെയിൻ്റനൻസിൻ്റെ കുറച്ചുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ വേണ്ട രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. കാരണം ഈ കമ്പ് വെച്ച് കെട്ടാത്തത് കൊണ്ട്. ഇപ്പോൾ ഇതാ ഈ ഉങ്ങൊക്കെ ഇതിനിടയ്ക്ക് താന്നുപോയി. ഇത് തൊണ്ടിയല്ല, കൊക്കോയാണെന്ന് തോന്നുന്നു. ഇതൊരു കൊക്കോയാണ്. ഇത് വഴനയോ കറുവാപ്പൊട്ടോ ഇതിലൊന്നാണ്. വഴനയാണ്. പ്ലാശാണ് ഈ മരം. പ്ലാശ് വളരുന്നുണ്ട്. പ്ലാശിൻ്റെ സാമാന്യം നല്ല വളർച്ചയാണ്. കുറേ അധികം വെറൈറ്റി സാധനങ്ങൾ വളരുന്നുണ്ട്. അതിനിടയ്ക്ക് ഇവിടുന്ന് പാവലൊക്കെ വന്ന് ഈ ചാണകപ്പൊടി ഇടുമ്പം അത് നിൽക്കുന്നതായിരിക്കാം. അപ്പോൾ ഇവിടെ ഒരുപാട് ഇടയ്ക്കുള്ള ചെടികൾ ഒത്തിരി നശിച്ചു പോയിട്ടുണ്ട്. മറ്റു ചെടികൾക്ക് വേണ്ട ഒരു ഇത് കിട്ടിയിട്ടുമില്ല. അത് രണ്ടുമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ, സപ്പോർട്ടൊക്കെ അതിനിടെ നിൽപ്പുണ്ട്. അതുപോലെ ഇവിടെ ഒരു പ്രശ്നം, ആ ഒരു വേങ്ങ, അത് വളരെയധികം വളർന്നു. അമിതമായിട്ട് വളരുന്ന ഇനങ്ങളെ നമ്മൾ ഒന്ന് കട്ട് ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ ഒരേപോലെ യൂണിഫോമായിട്ട് വളരാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വരും. നീലപ്പേര, കറിവേപ്പ്, ഇതൊക്കെ വളരുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്തൊക്കെ കുറേ അധികം സാധനങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. അതെനിക്കൊന്ന് ഈ വള്ളി കയറി ചുറ്റി നശിച്ചു പോയ സാധനങ്ങളാണെന്ന് തോന്നുന്നു. ഇവിടെയാണ് നമ്മുടെ ഈ സർപ്പക്കാവ്. ഈ കാവിൻ്റെ സൈഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ കാവ് ഇവിടെ ഉള്ളത് കൊണ്ട് ഇതിൻ്റെ തെക്ക് വശമാണത്. അവിടുന്ന് വെളിച്ചം കിട്ടുന്നില്ല, പടിഞ്ഞാറ് വശത്തും കാര്യമായിട്ട് വെളിച്ചം കിട്ടുന്നില്ല. കിഴക്ക് വശത്ത് ഏതാണ്ട് കാവ് പോലെ തന്നെ മരങ്ങൾ നിൽക്കുകയാണ്. ഇത് നാട്ടിൽ ധാരാളമായിട്ട് മരങ്ങളുള്ള ഒരു പറമ്പാണ്. അപ്പോൾ അതുകൊണ്ട് മരങ്ങൾ വരുന്നില്ല. അപ്പോൾ ഇതിനകത്ത് നോക്കുക, മറ്റേ പോലെ ഒരു ഡെൻസിറ്റി ഇവിടെ ഇല്ല, മറ്റേ പോലെ സാന്ദ്രതയില്ല. നമ്മൾ വളരെ കുറച്ച് ചെടികളാണ് വെച്ചത്. അപ്പോൾ കുറച്ച് ചെടികൾ വെച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത്. ഇതിൽ 2-3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, വെയിൽ കിട്ടാത്തത്.
അപ്പോൾ വെയിൽ കുറഞ്ഞ സ്ഥലത്ത് വെച്ചാൽ ഉണ്ടാകുന്ന വളർച്ച പ്രശ്നങ്ങൾ. 2, നമ്മൾ അധികം ചെടികളില്ലെങ്കിൽ ആ ചെടികൾ തിങ്ങി നിൽക്കാത്തത് കൊണ്ട് വളർച്ച മറ്റേ ഉള്ള പോലെ സ്ഥലങ്ങളിലെ പോലെ കിട്ടുകയില്ല. എന്നാൽ ഇടയ്ക്കും തഴയ്ക്കും 1-2 സാധനങ്ങൾ നിൽക്കുന്ന വളരെ നന്നായിട്ട് വളർന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ നിൽക്കുന്ന ദന്തപ്പാലയാണ്. ഈ കാവിലൊരു മരം നിൽപ്പുണ്ടായിരുന്നു, ഒരു വളരെ വിശേഷപ്പെട്ട ഒരു മരം നിൽപ്പുണ്ടായിരുന്നു. വെട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ കുറ്റിയിൽ നിന്ന് വീണ്ടും കിളുത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് ഇത് കടമരം എന്നോ മറ്റുമാണ് പറയുന്നത്. ഇത് വളരെ കട്ടിയുള്ളൊരു മരമാണ്. അത് വെട്ടിയിട്ട് അതിൻ്റെ ആ തണ്ടിൽ നിന്ന് വീണ്ടും കിളുത്ത് വരുന്നതാണ്. അത് ഒരു പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് വലിയൊരു മരമായിട്ട് ഇവിടെ മാറിക്കൊള്ളൂ. ഇവിടെ മുഴുവൻ അതിൻ്റെ വേരിൽ നിന്ന് പൊട്ടിക്കിളുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. പിന്നെ ഇതുണ്ടോ, ഇതൊക്കെ ഒരിക്കലും ആരും ഇവിടെ വെച്ചതായിരിക്കില്ല. ഈ കവുങ്ങൊക്കെ മിക്കവാറും വവ്വാലോ എന്തെങ്കിലും ജീവികൾ കൊണ്ടുവന്ന് അകത്ത് കൊണ്ടുവന്ന് അടക്കയിട്ടിട്ട് കിളുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഇതിനകത്ത് വരും. ഇപ്പോൾ ഈ നമ്മുടെ കേരളത്തിലെ വനങ്ങളുടെ ഒരു പ്രത്യേകതയാണിത്. ഇപ്പോൾ നമ്മൾ യൂറോപ്പിലോ ജപ്പാനിലോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ ഏതാണ്ട് നമ്മുടെ റബ്ബർ തോട്ടം പോലെയാണ് വനങ്ങൾ നിൽക്കുന്നത്. കാരണം ഈ വള്ളിച്ചെടികളിൽ അങ്ങനെ വലിയ അതുപോലുള്ള സാധനങ്ങൾ അധികം കാണാറില്ല, ചുവട്ടിലുള്ള ലെയറും ഒക്കെ. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ചെടികളോളം തന്നെ വള്ളിച്ചെടികളും ചെറിയ കായ ഉണ്ടാകുന്ന സാധനങ്ങളെല്ലാം വളർന്ന് ഇതിനെ മൂടി ഒരു കാടും പടപ്പുമായിട്ട് നമുക്ക് അതിനിടെ കൂടെ അങ്ങനെ നടക്കാനൊന്നും പറ്റില്ല. മറ്റേ അങ്ങനെയല്ല, വനം കാണാൻ വളരെ ഭംഗിയാണ്. അതിനകത്തൂടെ നമുക്ക് നടക്കാവുന്ന ഒരു തോട്ടം പോലെ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ. മരങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ അവ കാര്യമായിട്ട് വളരുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഈ ഒരു സർപ്പക്കാവിൻ്റെ പരിസരത്താകുമ്പോൾ നമുക്ക് ഇങ്ങനെ പറ്റുള്ളൂ. ഇതിനിപ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡെൻസിറ്റി കുറവായതുകൊണ്ട് ഇത് വളരും. പക്ഷേ മറ്റേ പോലെ നമ്മൾ പുറത്ത് വെക്കുന്ന സ്ഥലങ്ങളിലെ പോലെ ഇടതൂർന്നൊരു മിയാവാക്കി വനമായിരിക്കില്ല. പക്ഷേ ഒരു 1-2 വർഷം കഴിയുമ്പോഴേക്ക് ഈ മരങ്ങളൊക്കെ കുറച്ച് മേലോട്ട് കയറിക്കുമ്പോൾ ഇത് കുറേ വള്ളികളൊക്കെ കൊണ്ട് മൂടും. പക്ഷികളൊക്കെ കായിട്ടുമൊക്കെ ഇതിൽ നിന്ന് വിത്ത് കൊണ്ടിട്ടുമൊക്കെ ഇതിൽ വീണ്ടും പുതിയ ചെടികൾ കിളുക്കും. അങ്ങനെ ഇതൊരു സർപ്പക്കാവിൻ്റെ എക്സ്റ്റൻഷനായിട്ട് മാറും. ഇപ്പോൾ ഈ കാവിൽ നിൽക്കുന്ന മരങ്ങളുടെ തന്നെ വിത്തുകളൊക്കെ ഇവിടെ വീണ് കിളുത്ത് നമ്മൾ പുറത്ത് കൊണ്ട് വെച്ച സസ്യങ്ങളല്ലാതെ വേറെ ഇവിടെയുള്ള സ്വാഭാവിക സസ്യങ്ങളും വള്ളിയെല്ലാം കൂടെ ആയിട്ട് ഇതൊരു കാടായിട്ട് മാറും. സാധ്യമാണ്, പക്ഷേ ഇതിൻ്റെ വളർച്ചാ നിരക്ക് താരതമ്യേന കുറവായിരിക്കും. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ ഒരു സാധനം ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്.